ഹായ്, നല്ലൊരു വാഴക്കൂമ്പ് തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഞാൻ അതിനകത്ത് ചെറിയൊരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ഞാനതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഇച്ചിരി തൈര് ഒഴിച്ചിട്ട് ഞാൻ ഇളക്കി വെച്ചിരിക്കുകയാണ്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാഴക്കൂമ്പ് സാധാരണ നോർമൽ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുമ്പോൾ അത് കറുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി തൈര് മോരാക്കിയിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് വെള്ളത്തിൽ ഇതിലേക്കാണ് ഈ വാഴക്കൂമ്പ് നമ്മൾ കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ മുകൾവശം ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിയരിഞ്ഞ് വേണം നമ്മൾക്ക് ഈ വാഴക്കൂമ്പ് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് തരാം. ചെറുതായിട്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വാഴക്കൂമ്പിൽ ഇതിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു തണ്ടുണ്ട്. ആ തണ്ട് നമ്മളിതിലേക്ക് കട്ട് ചെയ്തിട്ട് ആ തണ്ട് ഇടുമ്പോൾ നമ്മുടെ ഈ കൂമ്പ് തോരൻ കയ്പ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശത്തിൽ ഒരു പകുതി ഭാഗം ആകുമ്പോഴേക്കും ആ കൂമ്പിൻ്റെ തണ്ട് വരും. ആ തണ്ട് ഒഴിവാക്കിയിട്ട് വേണം പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു തണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഈ തണ്ട് ഒഴിവാക്കണത്. നമുക്കിതിൻ്റെ ബാക്കി സൈഡ് മാത്രം നമ്മൾ ചെറുതായി കൊത്തി എറിഞ്ഞിട്ട് ചെയ്താൽ മതി. ഈ തണ്ട് വരുമ്പോൾ നമ്മുടെ തോരൻ കഴിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വാഴക്കൂമ്പ് വയ്ക്കുമ്പോൾ കഴിക്കാനുള്ള റീസൺ അത്. അപ്പോൾ അത് ആ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ അവിടം വരെ കൊണ്ടുവച്ച് നമ്മളത് ബാക്കിയുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ആ നടുഭാഗം ഒഴിവാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൽ വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് പിഴിഞ്ഞെടുത്ത് മാറ്റി ഒരു 10 മിനിറ്റ് നമുക്കിതിനെ ഇതുപോലെ തന്നെ വയ്ക്കാം. ഇതിൽ നാരൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇതിനെ മാറ്റി വയ്ക്കാം. എന്നതിന് ശേഷം നമുക്കിതിനെ പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് അളവിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 4 അല്ലി 5 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. 5 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തുള്ളത്. ഈ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഞരടിയെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നതിന് ശേഷം നമുക്കൊരു കടായിലേക്ക് നമുക്ക് തോരൻ ഉണ്ടാക്കും. ഒരു കടായി എടുത്ത് വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഒരു കടായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അളവിൽ കടുക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കടുകും ഉഴുന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇടുന്നുണ്ട്. കൂടാതെ കുറച്ച് കരുവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചെറുതായി കട്ട് ചെയ്ത വാഴക്കൂമ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാം. വാഴക്കൂമ്പൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തേങ്ങ ആ അരപ്പും കൂടി നമ്മളിതിൽ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടി ചേർക്കുവാണ്.
നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഈ തോരൻ, ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതിന് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് കൂട്ടി വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. നമുക്കിതിനൊരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൂമ്പ് തോരൻ റെഡിയായി. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.